ഹലോ ഗൈസ്, ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാച്ച് നടക്കുന്നത്. ആട്ടർക്ക് വിജയം ലക്ഷ്യമിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അത് മാത്രമല്ല, ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിൽ നിൽക്കുന്ന രണ്ടുപേരായ അജാരിയും ജിമിനിസിനും ആണ് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നതെന്ന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തീപാറുന്ന മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനെ തന്നെ ഈ മാച്ച് തുടങ്ങുന്നതായിരിക്കും. ആ മാച്ച് നമുക്ക് കൂടുതലായി എക്സൈറ്റിംഗ് ആണ്. കാരണം നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ നല്ലൊരു ഫോം കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നല്ല ഗോളൊക്കെ അടിച്ച് വന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല മാച്ച് ജയിക്കുന്ന പ്രതീക്ഷ. മാത്രമല്ല, ഇപ്പോൾ ഒന്ന് പുതിയ സൈന്യത്തിന് നടക്കും എന്നുള്ള പ്രതീക്ഷ ആരാധകരിലുണ്ട്. അത് നമുക്കറിയാം. കാരണം പുതിയ സൈന്യം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കളിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൂടെ ദിശാൻ വേണ്ടി കളിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഉടനെ തന്നെ കളിക്കുമെന്നാണ് മാർക്കസൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്തായാലും നല്ല ത്രില്ലിംഗ് മാച്ച് തന്നെയായിരിക്കും. ജിമിനസ് ഈ കളിയിൽ സ്കോർ ചെയ്യാനാണ് ചാൻസ്. കാരണം നല്ല ഫോമിലാണ്. അപ്പോൾ നോഹയും എല്ലാവരും നല്ല ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. നല്ല മാച്ചിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സൈനിങ്സൊക്കെ വരുന്നത് കേൾക്കുന്നുണ്ട്. നമുക്കെല്ലാം പ്രതീക്ഷിക്കാനേ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ലൈനപ്പൊന്നും വന്നിട്ടില്ല. ലൈനപ്പ് വരുമ്പോൾ എന്തായാലും നല്ല ലൈനപ്പ് തന്നെയായിരിക്കും ഇറങ്ങുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗോൾ കീപ്പർ തന്നെ സൈൻ ചെയ്ത് നന്നായിരിക്കും. എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ കേരളത്തിൽ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നമുക്കതിന് വേണ്ടി പ്രവർത്തിക്കാം. ഇത് മാച്ച് എന്തായാലും നല്ല ത്രില്ലിങ് മത്സരമായിരിക്കും. ഗോൾഡൻ ബൂട്ടിൽ ആരും മുന്നിലേക്കൊന്നും ഇന്നത്തെ മത്സരം. കാരണം ഇപ്പോൾ അജാരിക്കാണെങ്കിൽ തന്നെ ഇപ്പോൾ നല്ല ഗോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകെ തന്നെ ജിമിനസൊക്കെ ഉള്ളതുകൊണ്ട് ഗോൾസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അതൊക്കെ നമ്മുടെ ടേബിളിലൊക്കെ നല്ലതുകൊണ്ട് മാക്സിമം ഗോൾ സ്കോർ ചെയ്യാനാണ് നല്ലത്. അങ്ങനെ നല്ല മാച്ച് തന്നെ, എക്സൈറ്റിംഗ് മത്സരം തന്നെയായിരിക്കും. എല്ലാവരും കണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നന്നായിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ ഞാൻ വീഡിയോസ് റിലേറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് നിർണായകമായ മാച്ചാണ്. പോയിന്റ് ടേബിൾ ഇനിയും മുന്നേറാൻ സാധിക്കാനായിട്ട് ഈ മാച്ച് ജയിച്ചു തന്നെ തീരും. അതുമല്ല, നമുക്ക് നല്ല മാച്ചിന് വേണ്ടി പ്രതീക്ഷിക്കാം. ഇന്നത്തെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിർണായകമായ മാച്ചാണ്. കാരണം കഴിഞ്ഞ മാച്ചിൽ നല്ല ഒരു വിജയം നേടി വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല കോൺഫിഡൻസ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഗോൾസ് നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഈ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ ഡാനിഷും പിന്നെ പുരുഷോത്തമൻ കോച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മാച്ചാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനെ തന്നെ മാച്ചൊക്കെ തുടങ്ങും. നല്ല മാച്ച് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പറഞ്ഞാൽ ജിമിനസ് ഫോമായപ്പോൾ തന്നെ മാക്സിമം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മാച്ച് അനുകൂലമായി വന്നിരിക്കുകയാണ്. ഈ കളി ജയിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ കൊച്ചി സ്റ്റേഡിയം ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറുകയോ ഇല്ലയോ എന്ന് ഇന്നത്തെ മാച്ച് കാണുമ്പോൾ തന്നെ അറിയാം. പിച്ചിന് വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇഞ്ചുറിയൊക്കെ വരികയാണെങ്കിൽ ഇനിയുള്ള മാച്ചസ് കേരള സംബന്ധിച്ച് ഭയങ്കര കഠിനമായ ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ സൈനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഡൂസാൻ ലെഗേറ്റ കളിക്കും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. കളിക്കില്ല എന്നുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് മാച്ച് ലൈനപ്പൊക്കെ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിലുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കേരളത്തിൻ്റെ കളി പോയി കാണുക. പ്രൊട്ടസ്റ്റൊക്കെ ആയതുകൊണ്ട് നടക്കും. അതുകൊണ്ടാവും എൻ്റെ അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം മെയിനായിട്ട് ഈ സൈൻ ചെയ്യുന്നുണ്ട്. ഗോൾ കീപ്പർ സൈൻ ചെയ്യണം. പിന്നെ ഡിഫൻസിലും കുറച്ച് പേര് വേണം. എന്ന് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ കുറച്ചുകൂടി ഡിഫൻസ് സ്ട്രോങ് ആയ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലും വിങ്ങുകളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ പ്രഭുദാസൊക്കെ പോയപ്പോൾ പകരമായിട്ട് ഒരാളൊക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ ബ്രൈസ് പോയി. അങ്ങനെയൊക്കെയുള്ള പകരമുള്ളവരൊക്കെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണായാലും ഈ സീസണിൽ നിന്ന് കുറച്ച് പേര് എന്തായാലും മത്സരം എല്ലാവരും എന്തായാലും കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ മാച്ചുകളുടെ പ്രതീക്ഷകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ യൂട്യൂബ് ഞാനിടുന്ന ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ മാച്ചിൽ ആരൊക്കെ ഗോൾ അടിക്കും എന്നുള്ള നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. മാക്സിമം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനും കൂടുതൽ വീഡിയോസ് ഇനി ഞാൻ വിടുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുക. ഇനി കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. Thanks for watching my new Kerala Blasters video.